ഓംപ്രകാശിനെതിരായ ലഹരിക്കേസ് വിശദമായി അന്വേഷിക്കുമെന്ന് കൊച്ചി DCPS സുദർശനൻ. റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യും. പ്രതികളുടെ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെന്നും DCP അറിയിച്ചു. ലഹരിക്കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരും ഉൾപ്പെടുന്നുണ്ട്. ശ്രീനാഥ് ഭാസി, നടി പ്രയാഗ മാർട്ടിൻ എന്നിവർ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയിരുന്നതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. താരങ്ങളുടെയും മൊഴി ഇത് സംബന്ധിച്ച് എടുക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കും. എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും നമുക്കറിയാം. അവിടെ നടന്നിട്ടുള്ള മുഴുവൻ വസ്തുക്കളെക്കുറിച്ചും നമുക്കറിയാം. വിശദമായിട്ട് ഇനിയും ചോദ്യം ചെയ്യും. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പ്രതികളുടെ രക്തസാമ്പിള്, യൂറിൻ, ബ്ലഡ് ഇതെല്ലാം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വിശദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഓംപ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിലാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നത്. സിനിമാ മേഖലയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളൊരു നിർണായക വിവരം പുറത്തുവരികയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം സിനിമാ നടന്മാരായ ശ്രീനാഥ് ഭാസി, നടി പ്രയാഗ മാർട്ടിൻ ഉൾപ്പെടെയുള്ളവർ ഓംപ്രകാശിനെ മുറിയിൽ വന്ന് കണ്ടിരുന്നതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കിരൺകുമാർ ചേർന്നുണ്ട്. കിരൺ, ഒരുപക്ഷെ ഈ ഒരു ലഹരി കേസ് സിനിമാ മേഖലയിലേക്കും അതിൻ്റെ ഒരു അന്വേഷണം നീളുകയാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു പേരിൽ ഉൾപ്പെട്ടിട്ടുള്ള നടൻ ശ്രീനാഥ് ഭാസി, നടി പ്രയാഗ മാർട്ടിൻ ഇവരുടെ മൊഴിയും വരും ദിവസങ്ങളിൽ എടുത്തേക്കുമെന്നല്ലേ കരുതേണ്ടത്? വിഷ്ണു, ഏതായാലും ഈ കേസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഇന്നലെ നടത്തിയ ഈ ഹോട്ടലിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഓംപ്രകാശിൻ്റെ മുറി, ഓംപ്രകാശും ഒപ്പം തന്നെ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഷിഫാസും താമസിച്ചിരുന്ന ഹോട്ടലിലെ മുറിയിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും സന്ദർശിച്ചിരുന്നതായിട്ടുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല 20 പേർ ഇവരെ കൂടാതെ ഈ ഹോട്ടലിലെ മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രതികളുടെ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ DCP മാധ്യമങ്ങളെ കണ്ട സമയത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ CCTV ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തും. പരിശോധന നടത്തിയതിന് ശേഷം ഈ പ്രതികളെല്ലാം ഈ ആൾക്കാരെല്ലാം തന്നെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ ഓംപ്രകാശ് അടക്കമുള്ള പ്രതികൾ, ഈ ഓംപ്രകാശിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇയാളെ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യും. ഈ ഓംപ്രകാശിന് അടക്കമുള്ള ആളുകളുടെ രക്തസാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇവരെ കൂടുതലായി തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഹോട്ടലിലെത്തിയിട്ടുള്ള മുഴുവൻ പേരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് DCP വ്യക്തമാക്കുന്നത്. ഇതിൽ ഇനി സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായിരുന്ന കാര്യം. ഈ കേസിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ കഴിയില്ല. ഏതായാലും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഈ ഓംപ്രകാശ് അടങ്ങുന്ന സംഘം നിരവധി തവണ കൊച്ചിയിലേക്കും മറ്റ് ജില്ലകളിലേക്കും ലഹരി മരുന്നുകൾ എത്തിക്കുകയും ഇവിടെ DJ പാർട്ടികൾ നടത്തിയിരുന്നതായിട്ടാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏതായാലും അന്വേഷണം അത് കൊച്ചിക്ക് പുറമെ മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും വ്യക്തമാകുന്നുണ്ട്. ശരി, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.